ഒന്നാമത്തെ കഥ ക്യാപ്റ്റൻ ബ്രൈറ്റൺ കണ്ട ഗോസ്റ്റ് ഷിപ്പ്. 1839 സെപ്റ്റംബർ 23 രാവിലെ സമയമാണ്. പരിചയസമ്പന്നനായ ഒരു നാവികനാണ് ക്യാപ്റ്റൻ ബ്രൈറ്റൺ. അന്ന് അദ്ദേഹം തന്റെ കപ്പലിന്റെ ഡെക്കിൽ നിന്നുകൊണ്ട് ദൂരേക്ക് നോക്കി. അവരുടെ കപ്പൽ അന്റാർട്ടിക്കയുടെ വടക്കൻ തീരത്തോട് ചേർന്നുള്ള ഡ്രേക്ക് പാസേജിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ക്യാപ്റ്റൻ ബ്രൈറ്റനും അദ്ദേഹത്തിന്റെ സംഘവും ഇവിടെ എത്തിയതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അവർ പ്രൊഫഷണൽ തിമിംഗല വേട്ടക്കാരാണ്. ഡ്രേക്ക് പാസേജിൽ മനുഷ്യർ അധികം എത്താത്തതുകൊണ്ട് അസംഖ്യം തിമിംഗലങ്ങൾ അവിടെ ഉണ്ടെന്ന് അവർ കേട്ടിരുന്നു. കാരണം ഇത്രയും ദൂരം ആരും സഞ്ചരിക്കാറില്ല. ഈ പ്രദേശം അതിശൈത്യവും അപകടവും നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ്. എന്നാൽ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടും ക്യാപ്റ്റൻ ബ്രൈറ്റനും സംഘത്തിനും ഒരു തിമിംഗലത്തിനെയും കാണുവാനായില്ല. അതുപോലെ ഡ്രേക്ക് പാസേജ് അവർ പ്രതീക്ഷിച്ചതുപോലെ അപകടം നിറഞ്ഞതുമായിരുന്നു. കഴിഞ്ഞ രാത്രിയിലാണ് കപ്പലിന് ചുറ്റുമുള്ള സമുദ്രജലം പൂർണ്ണമായിട്ടും ഐസായിട്ട് മാറിയത്. കപ്പൽ അനങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായി. ഇത് കണ്ടപ്പോൾ ക്യാപ്റ്റൻ ബ്രൈറ്റന് ഒരു കാര്യം മനസ്സിലായി. ഇതിനെതിരായിട്ട് അവർക്ക് ചെയ്യുവാനായിട്ട് ഒന്നുമില്ല. അവർ കുടുങ്ങിയിരിക്കുന്നു. ഉടൻ തന്നെ ഐസ് പാളികൾ പിളർന്നു മാറിയില്ലെങ്കിൽ അവർ മുഴുവൻ ശീതകാലവും അവിടെ തന്നെ കുടുങ്ങിപ്പോകും. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുമോ എന്നത് സംശയമാണ്. എന്നാൽ ഭാഗ്യത്തിന് കഴിഞ്ഞ രാത്രിയിൽ തന്നെ ഒരു വലിയ മഞ്ഞുകാറ്റ് ആഞ്ഞടിച്ചു. കപ്പലിന്റെ ഡെക്കിലും മറ്റുമായിട്ട് കല്ലുകൾ പോലെ മഞ്ഞുകട്ടകൾ വന്നു വീണു. കപ്പലിനെ സംബന്ധിച്ച് ഇത്തരം കാറ്റും വലിയ അപകടമാണ്. പക്ഷെ അതുകൊണ്ട് മറ്റൊരു ഗുണമുണ്ടായി. ശക്തമായിട്ടുള്ള ഈ മഞ്ഞുകാറ്റ് മൂലം കപ്പലിന് ചുറ്റും ഐസായിട്ട് മാറിയ സമുദ്രജലം തകർന്നു. അതോടെ ക്യാപ്റ്റൻ ബ്രൈറ്റൺ അവസരം മുതലാക്കി വേഗം അവിടെ നിന്നും കപ്പലെടുത്ത് മുൻപോട്ട് നീങ്ങി. രാവിലെ ആയപ്പോഴേക്ക് സമുദ്രം വീണ്ടും ദ്രാവകാവസ്ഥയിലെത്തിയിരുന്നു. അവർക്ക് വീണ്ടും മുൻപോട്ട് സഞ്ചരിക്കുവാനായിട്ട് സാധിച്ചു. ഈ സമയത്ത് ക്യാപ്റ്റൻ ബ്രൈറ്റണ് ഒരു വലിയ തീരുമാനം എടുക്കേണ്ടി വന്നു. ഇതുവരെയും ഒരു തിമിംഗലത്തെയും അവർ പിടിച്ചിട്ടില്ല. പ്രതീക്ഷ നൽകുവാനെങ്കിലും ഒരെണ്ണത്തിനെ കാണുവാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇവിടെ എത്തുവാൻ വേണ്ടി ഇതിനോടകം അവർ വലിയ സമയവും അതോടൊപ്പം പണവും ചെലവഴിച്ചിട്ടുണ്ട്. കൂടുതൽ സമയം ഇവിടെ തുടരുകയാണെങ്കിൽ കഴിഞ്ഞ രാത്രി സംഭവിച്ചതുപോലെ വീണ്ടും കടലിൽ കുടുങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിനൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. കൂടുതൽ ഉള്ളിലേക്ക് പോകണമോ അല്ലെങ്കിൽ സമയം കളയാതെ മടങ്ങണമോ? ഈ രണ്ട് ചോദ്യങ്ങൾ മനസ്സിലിട്ടുരുട്ടുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് അദ്ദേഹം ഒരു കറുത്ത രൂപം കണ്ടു. ഇത് തന്റെ ഹാലുസിനേഷൻ ആയിരിക്കുമെന്നാണ് അദ്ദേഹം ആദ്യം വിചാരിച്ചത്. കാരണം കറുത്ത നിറത്തിൽ അവിടെ എന്തെങ്കിലും കാണുവാനായിട്ട് ഒരു സാധ്യതയുമില്ല. ഐസ് പാളികൾ ഒഴുകി നടക്കുന്ന സമുദ്രവും മഞ്ഞും മാത്രവുമാണ് എല്ലായിടവും. കണ്ണഞ്ചിക്കുന്ന ധവളിമ. എന്നാൽ ആ കറുത്ത വസ്തുവിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് അടുത്തേക്ക് വരുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ക്യാപ്റ്റന് ഒരു കാര്യം മനസ്സിലായി. ഇത് തന്റെ ഹാലൂസിനേഷൻ അല്ല, അത് യഥാർത്ഥത്തിൽ മറ്റൊരു കപ്പലാണ്. അത്ഭുതകരമായിട്ടുള്ള കാര്യം ഇതാണ്. കാരണം ഇതുവഴിക്ക് അങ്ങനെ ആരും വരാറില്ല. അതുകൊണ്ട് തന്നെ തങ്ങളെപ്പോലെ ഭാഗ്യം തിരഞ്ഞിറങ്ങിയ മറ്റൊരു തിമിംഗല വേട്ടക്കപ്പലായിരിക്കണം അതെന്ന് അദ്ദേഹം വിചാരിച്ചു. എന്നാൽ അടുത്തേക്ക് വരും തോറും അതൊരു തിമിംഗല വേട്ടക്കപ്പലല്ല എന്ന് മനസ്സിലായി. അതൊരു സ്കൂണറായിരുന്നു. അതായത് സഞ്ചാരത്തിന് വേണ്ടി നിർമ്മിച്ച കപ്പൽ. പക്ഷേ സ്കൂണറിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അതിന്റെ ഹള്ള്, സെയിൽസ് എല്ലാം തന്നെ തകർന്ന നിലയിലായിരുന്നു. ആ കപ്പലിൽ എന്തോ അസാധാരണമായ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് ക്യാപ്റ്റൻ ബ്രൈറ്റൺ മനസ്സിലാക്കി. കാരണം കപ്പലുകൾ ഇവിടെ മഞ്ഞിൽ കുടുങ്ങുവാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞതാണ്. കഴിഞ്ഞ രാത്രിയിൽ തന്നെ അവർക്കും അങ്ങനെയൊന്നും സംഭവിച്ചതാണ്. ഭാഗ്യം കൊണ്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ചിലപ്പോൾ ഈ സ്കൂണറും അതിലെ യാത്രക്കാരും അനേകം ദിവസങ്ങളായിട്ട് കുടുങ്ങിക്കിടക്കുന്നതായിരിക്കും. അവർക്കിപ്പോൾ നിശ്ചയമായിട്ടും തങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ക്യാപ്റ്റൻ ബ്രൈറ്റനും സംഘത്തിനും കപ്പലിൽ അധികം സപ്ലൈസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തന്റെ സംഘത്തോട് ഒരു ബോട്ട് കടലിൽ ഇറക്കുവാനും അതിൽ സപ്ലൈസ് നിറയ്ക്കുവാനും പറഞ്ഞു. നേരെ സ്കൂണറിലേക്ക് ബോട്ട് തുഴഞ്ഞെത്തി അവർക്ക് വേണ്ട സഹായം നൽകുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ സപ്ലൈസ് ബോട്ടിൽ നിറച്ചു. ക്യാപ്റ്റൻ ബ്രൈറ്റനും 4 പേരും അതിൽ കയറി. എന്നിട്ട് സ്കൂണറിന് നേർക്ക് പാഡിൽ ചെയ്തു നീങ്ങി. തിരകൾ വളരെ ശക്തമായതുകൊണ്ട് അവർ വല്ലാതെ ഇളകിക്കൊണ്ടിരുന്നു. അടുത്തേക്ക് എത്തും തോറും സ്കൂണറിന്റെ പോർട്ട് ഹോളുകൾക്കുള്ളിൽ ആളുകൾ ഇരിക്കുന്നതായിട്ട് ക്യാപ്റ്റൻ ബ്രൈറ്റന് കാണുവാൻ കഴിഞ്ഞു. അദ്ദേഹം അവരെ ഉച്ചത്തിൽ വിളിച്ചു. എന്നാൽ ശക്തമായിട്ടുള്ള കാറ്റിന്റെയും മറ്റും ശബ്ദമുള്ളതുകൊണ്ട് അവരിൽ ആരെങ്കിലും അത് കേട്ടോ എന്നും അവരുടെ അന്വേഷണത്തിന് മറുപടി പറഞ്ഞോ എന്നും അറിയുവാനായില്ല. ഒടുവിൽ അവർ സ്കൂണറിന്റെ ഒരു വശത്ത് എത്തി. അവിടെയുള്ള ലാഡർ വഴി കയറി കപ്പലിന്റെ ഡെക്കിലും എത്തി. ഡെക്ക് ഒറ്റ നോട്ടത്തിൽ കുഴപ്പമില്ല എന്ന് തോന്നിച്ചെങ്കിലും സത്യത്തിൽ അത് തകർച്ചയുടെ വക്കിലായിരുന്നു. ഡെക്കിൽ ആരുമില്ലായിരുന്നു. പോർട്ട് ഹോളുകൾ വഴി കപ്പലിന്റെ ഉള്ളിൽ ആളുകൾ ഉള്ളത് അവർ കണ്ടതാണ്. പക്ഷെ പുറത്തെങ്ങും ആരുമില്ല. ക്യാപ്റ്റൻ ബ്രൈറ്റന് ഇത് വളരെ അസാധാരണമായിട്ട് തോന്നി. ഡെക്കിൽ ആരെങ്കിലും ഉണ്ടാകേണ്ടതാണ്. അതാണ് പതിവ്. എങ്കിലൊരു കാര്യം ചെയ്യാം, അകത്തു പോയിട്ട് നോക്കാം. അവിടെ ആരെങ്കിലും കാണുമെന്ന് കരുതി ക്യാപ്റ്റനും സംഘവും ഡെക്കിലൂടെ കപ്പലിന്റെ അകത്തേക്കുള്ള വാതിലിലേക്ക് നടന്നു. സാധാരണ കപ്പൽ നിർമ്മാണം അനുസരിച്ച് അത് ക്യാപ്റ്റന്റെ ക്വാർട്ടേഴ്സിലേക്ക് നയിക്കുന്ന വഴിയാണ്. ക്യാപ്റ്റൻ ബ്രൈറ്റൺ കപ്പൽ ഡെക്കിലെ വാതിലിൽ എത്തി. എന്നിട്ട് തട്ടി വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, തങ്ങൾ അവർക്ക് സപ്ലൈസ് കൊണ്ടുവന്നതാണെന്നും
എല്ലാവരും സുരക്ഷിതരാണോ എന്നും ചോദിച്ചു. മറുപടിയില്ല. മൊത്തത്തിൽ കേൾക്കുവാനായിട്ട് കഴിഞ്ഞത് കപ്പലിന് ചുറ്റും വെള്ളമടിക്കുന്ന ശബ്ദവും കാറ്റിന്റെ ഹുങ്കാരവും മാത്രമാണ്. ഉള്ളിൽ തികഞ്ഞ നിശബ്ദത. ഒടുവിൽ ബ്രൈറ്റൺ വാതിൽ തുറന്നു. അകത്ത് കയറി നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ക്യാപ്റ്റന്റെ ക്വാർട്ടേഴ്സ് ആണ്. അകത്ത് ഒരു ഡെസ്ക് ഉണ്ട്. അതിന് പിന്നിലായിട്ടൊരു പുരുഷൻ പിന്തിരിഞ്ഞിരിക്കുന്നു. ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ ആണെന്ന് തോന്നുന്നു. ക്യാപ്റ്റൻ ബ്രൈറ്റൺ ഭയത്തോടെ അകത്തേക്ക് കയറി. അയാളെ വിളിച്ചു. പക്ഷേ യാതൊരു പ്രതികരണവും കിട്ടിയില്ല. അയാളുടെ നോട്ടം ഡെസ്കിലുള്ള എന്തോ ഒന്നിലാണ്. ബ്രൈറ്റൺ തന്റെ സംഘത്തെ ആശങ്കയോടെ നോക്കി. പിന്നെ രണ്ടും കൽപ്പിച്ച് അയാളെ സമീപിക്കുവാനായിട്ട് തീരുമാനിച്ചു. ക്യാപ്റ്റൻ മന്ദഗതിയിൽ അകത്തേക്ക് നടന്നു. ഇതിനിടയിൽ ആ കപ്പലിന്റെ ക്യാപ്റ്റൻ എന്ന് തോന്നിക്കുന്ന ആ മനുഷ്യനെ വീണ്ടും വിളിച്ചു നോക്കി. പ്രതികരണം ഒന്നുമില്ല. ഒടുവിൽ ബ്രൈറ്റൺ ആ മനുഷ്യന്റെ പിന്നിൽ എത്തുകയാണ്. അയാളുടെ മുൻപിലായിട്ട് മേശപ്പുറത്ത് കപ്പലിന്റെ ലോഗ് ബുക്ക് തുറന്നു വെച്ചിരിക്കുന്നു. അതിൽ അവസാനമായിട്ടൊരു കുറിപ്പുണ്ടായിരുന്നു. അതിലെ ഉള്ളടക്കം ബ്രൈറ്റൺ വായിച്ചു. ഞങ്ങൾ മഞ്ഞു പാളികളിൽ കുടുങ്ങി. വീണ്ടും വീണ്ടും മഞ്ഞ് വീണ് അതൊരു മല പോലെ ആയിരിക്കുന്നു. എല്ലാ ശ്രമങ്ങളും ചെയ്തു. ഇതിൽ നിന്നും പുറത്തു കടക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കഴിഞ്ഞ രാത്രിയിൽ അവസാനത്തെ പ്രതീക്ഷ ആയിരുന്ന തീയും അണഞ്ഞു. ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല. എത്ര നിരാശാജനകമായിട്ടുള്ളൊരു എഴുത്താണിത്. ഇതെഴുതുന്ന സമയത്ത് ആ മനുഷ്യൻ അനുഭവിച്ച മനോവേദന എന്തായിരിക്കും? ഇങ്ങനെയുള്ളൊരു കുറിപ്പ് വായിക്കുന്നത് തന്നെ ആരെയും ഭയപ്പെടുത്തും. പക്ഷെ അവരെ അതിലും ഭയപ്പെടുത്തിയത് മറ്റൊന്നായിരുന്നു. ആ കുറിപ്പിന് മുകളിൽ എഴുതിയിരുന്ന തീയതി 1823 ജനുവരി 17. അതായത് ക്യാപ്റ്റൻ ബ്രൈറ്റന് സംഘവും ഇപ്പോൾ കണ്ട കപ്പലും അതിലെ ക്യാപ്റ്റനും മുഴുവൻ സംഘവും 16 വർഷം മുൻപ് മരിച്ചവരാണ്. അവരുടെ കപ്പലും ഇവർക്ക് സംഭവിച്ചതുപോലെ മഞ്ഞിൽ കുടുങ്ങി. ബ്രൈറ്റനും കൂട്ടർക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിഞ്ഞതുപോലെ അവർക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിഞ്ഞില്ല. അവർ അവിടെ കുടുങ്ങി പോവുകയും മുഴുവൻ ശീതകാലത്തിന്റെ ദുരിതവും അനുഭവിച്ച് മരണപ്പെടുകയും ചെയ്തു. ആ പ്രദേശം തണുത്തുറഞ്ഞ സ്ഥലമായതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ശരീരങ്ങൾ അവസാന നിമിഷങ്ങളിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ടു. ഒട്ടും മഴുകിയില്ല. കപ്പലിന്റെ ക്യാപ്റ്റൻ മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ കുറിച്ചു വെച്ചു. പിന്നെ അയാളും പോയി. അതിനുശേഷം ബ്രൈറ്റനും കൂട്ടരും നേരെ താഴേക്ക് പോയി. അവിടെ അവർ കണ്ട കാഴ്ചകൾ ഇതായിരുന്നു. കാർഡുകൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയ ഒരു കൂട്ടം ആളുകൾ. ഒരു സ്ത്രീ തന്റെ നായയോടൊപ്പം കിടക്കയിൽ മരിച്ച നിലയിൽ കിടക്കുന്നു. ഡൈനിങ് ഹാളിലെ കസേരകളിൽ മരിച്ച നിലയിൽ ഏതാനും പേർ ഇരിക്കുന്നു. അവരെല്ലാവരും കഴിഞ്ഞ 16 വർഷമായിട്ട് ഡ്രേക്ക് പാസേജിലൂടെ ജീവനില്ലാതെ സഞ്ചരിക്കുകയായിരുന്നു. ആരും അവരെ കണ്ടെത്തിയില്ല, ക്യാപ്റ്റൻ ബ്രൈറ്റൺ ഒഴിച്ച്. രണ്ടാമത്തെ കഥ, പ്രേതങ്ങളെ വെട്ടിക്കൊന്നവൻ. പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ടല്ലേ? ഒരു ക്യൂരിയോസിറ്റി. പേടിക്കണ്ട, ഇത് നടന്ന ഒരു കഥയാണ്. നിങ്ങൾ നെറ്റിൽ നോക്കുകയാണെങ്കിൽ ഇന്നും ഈ കേസ് ഫയൽ കാണുവാനായിട്ട് കഴിയും. കഥയിലേക്ക് പോവാം. 1958 മെയ് 20 രാത്രി സമയം റാം ബഹാദൂർ താപ്പ എന്ന യുവാവ് ഒഡീഷയിലെ ബാലസോർ ജില്ലയിലുള്ള റാസ് ഗോവിന്ദ്പൂർ എന്ന ഗ്രാമത്തിലെ പണ്ടെങ്ങോ ഉപേക്ഷിക്കപ്പെട്ട ഒരു വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിലേക്ക് വിറയ്ക്കുന്ന കാലുകളുമായിട്ട് നടന്നു. സന്താൽ, മജ്ഹി എന്നീ ആദിവാസി ഗോത്രങ്ങളുടെ ഗ്രാമങ്ങളായിരുന്നു ഈ വിമാനത്താവളത്തിന് ചുറ്റുമുള്ളത്. റാമിന് മുൻപിലായിട്ട് 3 പേർ നടക്കുന്നുണ്ട്. അവരുടെ പിന്നാലെ പോവുക എന്നതാണ് ഇന്നത്തെ അയാളുടെ ജോലി. അവരിൽ ഒരാൾ റാമിന്റെ യജമാനനാണ്. അയാളുടെ പേര് കൃഷ്ണചന്ദ്ര പത്രോ എന്നാണ്. മറ്റൊരാൾ റാമിനെ പോലെ തന്നെ മറ്റൊരു ജോലിക്കാരനാണ്. പേര് ജഗത് ബന്ധു ചാറ്റർജി. ഇയാൾ ഒരു നേപ്പാളിയാണ്. മൂന്നാമത്തെ ആൾ യജമാനന്റെ സുഹൃത്തും തെൽക്കുണ്ടി ഗ്രാമവാസിയുമായ ചന്ദ്രമാജിയാണ്. അന്ന് രാത്രി പൂർണ്ണമായിട്ടും ഇരുട്ടായതുകൊണ്ട് 4 പേരും ടോർച്ചുകൾ കരുതിയിരുന്നു. എന്നാൽ ടോർച്ചിന്റെ ഒപ്പം റാമിന്റെ കൈവശം മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു, ഒരു വലിയ കത്തി. അവർ അന്നവിടെ എത്തുവാനുള്ള കാരണം ഇതാണ്. ഉപേക്ഷിക്കപ്പെട്ട ഈ വിമാനത്താവളത്തിൽ പ്രേതബാധയുണ്ടെന്ന് പരക്കെ വിശ്വസിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇരുട്ട് വീണാൽ ആരും അവിടേക്ക് പോകാറില്ല. റാമിന്റെ യജമാനൻ ഈ കഥ കേട്ടപ്പോൾ ലേശം കൗതുകം തോന്നി. എങ്കിൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് അയാളും തീരുമാനിച്ചു. പക്ഷെ ഒറ്റയ്ക്ക് പോകുവാനായിട്ട് അയാൾക്കും പേടിയാണ്. അതുകൊണ്ടാണ് മറ്റു 3 പേരെയും കൂട്ടത്തിൽ കൂട്ടിയത്. തുരുമ്പെടുത്ത പഴയ ഹാങ്ങറുകളും ഇടിഞ്ഞു വീഴാറായിട്ടുള്ള കെട്ടിടങ്ങളും നിറഞ്ഞ ആ സ്ഥലം കാഴ്ചയിൽ ആരെയും തന്നെ പേടിപ്പിക്കും. മാത്രവുമല്ല, റാം ഈ സ്ഥലത്ത് പ്രേതങ്ങൾ ഉണ്ടെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു. പക്ഷേ യജമാനൻ തൻ്റെ ഒപ്പം രാത്രിയിൽ ഇവിടേക്ക് വരണമെന്ന് നിർബന്ധം പറയുമ്പോൾ പേടിയുണ്ടെങ്കിലും അനുസരിക്കാതിരിക്കുവാനായിട്ട് അയാൾക്ക് കഴിയില്ല. മുൻപിൽ നടക്കുന്ന കൃഷ്ണചന്ദ് പത്രോയും മറ്റു 2 പേരും ഈ യാത്ര വളരെ നന്നായിട്ട് ആസ്വദിച്ചു. ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകും പോലെയാണ് അവർ പോകുന്നത്. എന്നാൽ റാമിന്റെ അവസ്ഥ അതല്ലായിരുന്നു. അയാൾ ഭയം കൊണ്ട് കിലുകിലാ വിറച്ചു. രാത്രിയിൽ പ്രേതങ്ങൾ അലഞ്ഞു നടക്കുന്ന ഈ വിമാനത്താവളത്തിൽ പോകുന്നത് അവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പ്രേതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് അവൻ കയ്യിലൊരു കത്തിയെടുത്തത്. ഇരുമ്പ് കയ്യിലുണ്ടെങ്കിൽ പ്രേതങ്ങൾ അടിക്കില്ല എന്ന് പണ്ടാരോ അവനോട് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ടാണ് കത്തിയും കൂട്ടത്തിൽ കൊണ്ടുവന്നത്. ഒടുവിൽ അവർ പ്രധാന ഗേറ്റിലെത്തി. ഗേറ്റ് തുറന്നു. തുരുമ്പിച്ച ഇരുമ്പ് ഗേറ്റ് തുറന്നപ്പോൾ ഭയാനകമായിട്ടുള്ളൊരു ശബ്ദമുണ്ടായി. ആദ്യമായിട്ടാണ് 4 പേരും ഇവിടേക്ക് വരുന്നത്. എല്ലായിടത്തും ഇരുട്ടാണ്. അവർ ടോർച്ചുകൾ അടിച്ചു നോക്കി. പഴയ ഹാങ്ങറുകളും വലിയ കെട്ടിടങ്ങളും തകർന്ന ഒരു വിമാനവും മാത്രമാണ് അവിടെയുള്ളൂ. ഒരിടത്തും യാതൊരു ചലനവുമില്ല. യജമാനനും മറ്റ് 2 പേരും മുൻപോട്ട് നടക്കുകയാണ്. പിന്നിൽ അതീവ ആശങ്കയോടെ റാമും. അവനെ എവിടെ നോക്കിയാലും താൻ കാണുന്നത് പ്രേതങ്ങളുടെ നിഴലാണെന്ന് തോന്നി. എന്നാൽ ടോർച്ചടിച്ചു നോക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല. ഒടുവിൽ അവർ റൺവേയിലെത്തി. അവിടെ നിന്നും നേരെ മുൻപോട്ട് പോകാതെ വലതുവശത്തുള്ള വലിയ കെട്ടിടത്തിലേക്ക് എല്ലാവരും ഒന്നിച്ച് ടോർച്ചുകൾ തെളിച്ചു നോക്കി, അവിടെയുള്ള ജനലുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയുവാൻ. മറ്റ് 3 പേരും ടോർച്ചുകൾ അവിടേക്ക് തന്നെ തെളിച്ചു നോക്കുമ്പോൾ റാം തന്റെ ടോർച്ച് നേരെ മുൻപോട്ടടിച്ചു നോക്കി. അപ്പോൾ റൺവേയുടെ വശത്തായിട്ട് ഏതാണ്ട് 100 മീറ്റർ അകലെയായിട്ട് തിളങ്ങുന്ന ഒരു വെളിച്ചം അയാൾ കണ്ടു. അവൻ തന്റെ ടോർച്ച് ആ വെളിച്ചത്തിൽ തന്നെ അടിച്ചു പിടിച്ചു. എന്നിട്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ മറ്റുള്ളവരെ വിളിച്ച് ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞു. എല്ലാവരും തിരിഞ്ഞു നോക്കി. അവരും അവിടേക്ക് ടോർച്ചടിച്ചു. അപ്പോൾ അവർക്കും ആ തിളങ്ങുന്ന വെളിച്ചം കാണുവാനായിട്ട് കഴിഞ്ഞു. ഇതിനിടെ മറ്റൊരു കാര്യം കൂടി അവർ ശ്രദ്ധിച്ചു. ആ വെളിച്ചത്തിന് കീഴെയായിട്ട് എന്തോ ചലിക്കുന്നുണ്ട്. ചാരനിറത്തിലുള്ള ചില രൂപങ്ങൾ, അല്ലെങ്കിൽ ആകൃതികൾ. എല്ലാവരും ഞെട്ടിപ്പോയി. പെട്ടെന്ന് ആ രൂപങ്ങൾ വെളിച്ചത്തിന് നേർക്ക് തിരിഞ്ഞു. ഏതാനും കണ്ണുകൾ റാമിനെയും കൂട്ടരെയും നോക്കി. ആ നിമിഷം റാമിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് പൊട്ടിത്തെറിച്ചു. അവന് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു. മുൻപ് പേടിച്ച് വിറച്ചാണ് അവൻ ഇവിടേക്ക് എത്തിയത്. അതുകൊണ്ടാണ് കയ്യിലൊരു കുക്രി കത്തി കരുതിയത്. ഇപ്പോൾ ആ നിഴലുകളും കണ്ണുകളും കണ്ടപ്പോൾ അത് എന്താണെന്ന് അറിയില്ലെങ്കിലും അതൊരു പ്രേതമാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. താൻ എന്തെങ്കിലും ചെയ്യാതിരുന്നാൽ എല്ലാവരും അപകടത്തിലാവുമെന്ന് റാമിന് തോന്നിയിരിക്കാം. അല്ലെങ്കിൽ പേടിയുടെ ഉന്മാദാവസ്ഥയിൽ അസാധാരണമായിട്ടുള്ളൊരു ധൈര്യം അവന് കിട്ടിയിട്ടുണ്ടാവണം. അടുത്ത നിമിഷം അലറിക്കൊണ്ടവൻ തന്റെ കത്തിയും ഓങ്ങിക്കൊണ്ട് ആ വെളിച്ചത്തിന് നേർക്കോടി. ഈ സംഭവം നടന്ന ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം റാമും കൂട്ടരും ആ വിമാനത്താവളത്തിലില്ലായിരുന്നു. പകരം അവർ ഉണ്ടായിരുന്നത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലായിരുന്നു. റാമിന്റെ കയ്യിൽ വിലങ്ങ് വെച്ചിരുന്നു. സത്യത്തിൽ അവനെന്ന് ആക്രമിച്ച ആ രൂപങ്ങൾ അത് പ്രേതങ്ങളല്ലായിരുന്നു. പകരം മാജി ഗോത്രത്തിൽപ്പെട്ട 3 സ്ത്രീകളായിരുന്നു. ഒരു മരത്തിന് ചുവട്ടിൽ പന്തം കുത്തി നിർത്തിയ ശേഷം അവിടെയുള്ള മോഹുവ എന്ന പൂക്കൾ ശേഖരിക്കുകയായിരുന്നു അവർ. റാം അത്രയധികം ഭയന്നതുകൊണ്ട് ആ രൂപങ്ങൾ പ്രേതങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ആക്രമിച്ചത്. ഈ ആക്രമണത്തിൽ ഗൽഹി മജ്ഹാനി എന്ന സ്ത്രീ കൊല്ലപ്പെട്ടു. ഗംഗ മജ്ഹാനി, സൗണ്ട്രി മജ്ഹാനി തുടങ്ങിയ 2 പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു. ഇതിനിടയിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി അവനെ തടയുവാനായിട്ട് ഓടി വന്ന യജമാനൻ കൃഷ്ണചന്ദ്ര പത്രോയ്ക്കും വെട്ടുകിട്ടി. വലിയ പരിക്കുണ്ടായി. ഒടുവിൽ റാമിനെതിരെ കൊലപാതകവും ആക്രമണവും ചുമത്തി. കോടതിയിൽ വലിയ വാദങ്ങളുണ്ടായി. വിശ്വാസവും അന്ധവിശ്വാസവും എല്ലാം കൂടിക്കുഴഞ്ഞൊരു കേസായിരുന്നു ഇത്. ഒടുവിൽ ജൂറി അംഗങ്ങൾ റാം നിരപരാധിയാണെന്നും ആരെയും അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയല്ല അവനിത് ചെയ്തത് എന്നും ശരിക്കും പ്രേതങ്ങളാണെന്ന് വിശ്വസിച്ചാണ് അവരെ ആക്രമിച്ചത് എന്നും തീർപ്പ് കൽപ്പിച്ചു. അങ്ങനെ അവനെ നിരുപാധികം കുറ്റവിമുക്തനാക്കി. 3-ാമത്തെ കഥ, വിചിത്ര ആചാരമുള്ള ഒരു കുടുംബം. 2005 ഏപ്രിൽ 9 തായ്വാനിലെ ഗൗസിയങ് സിറ്റിയിലെ ഒരു ഫ്ളാറ്റിലുള്ള തൻ്റെ മുറിയിൽ ഇരുന്ന് ഒരു യുവാവ് TV കാണുകയായിരുന്നു. അപ്പോൾ മുകളിലെ ഫ്ളാറ്റിൽ നിന്നും വലിയൊരു തട്ടലിൻ്റെ മുട്ടലിൻ്റെ ശബ്ദം അവൻ കേട്ടു. പെട്ടെന്ന് അവൻ TV മ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഒരു നിമിഷം ശ്രദ്ധിച്ചു. ഇപ്പോൾ ഒന്നും കേൾക്കുവാനില്ല. എന്നാൽ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ശബ്ദം കേട്ടു. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു. തൊട്ടു പിന്നാലെ ആരോ മന്ത്രങ്ങൾ ഉരുവിടുന്ന ശബ്ദവും കേട്ടു. പൊതുവെ ഇത്തരം ശബ്ദങ്ങൾ മറ്റാരെങ്കിലും കേട്ടാൽ അവർക്ക് അത്ഭുതം തോന്നും. എന്നാൽ ഈ യുവാവിന് അത്രയധികം അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം മുകളിൽ താമസിക്കുന്നത് വു കുടുംബമാണ്. അവർ വളരെ വിചിത്രരായിട്ടുള്ള മനുഷ്യരായിരുന്നു. മിക്കപ്പോഴും അവർ മതപരമായിട്ടുള്ള ചടങ്ങുകളും നൃത്തങ്ങളും അവിടെ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും അവർ നിലത്ത് എന്തെങ്കിലും ഉപയോഗിച്ച് അടിക്കുകയും വലിയ ശബ്ദത്തിൽ മന്ത്രങ്ങൾ ചൊല്ലുകയും ചെയ്യും. അതൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും ഈ യുവാവ് ഒരിക്കലും അതേക്കുറിച്ച് ആരോടും പരാതി പറഞ്ഞിട്ടില്ല. കാരണം വു കുടുംബത്തെ അയാൾ ആദരവോടെയും അതോടൊപ്പം ഭയത്തോടെയുമാണ് കണ്ടത്. ഈ ശബ്ദങ്ങൾ ഉണ്ടാക്കലും മറ്റും അവരുടെ മതാചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അയാൾ മനസ്സിലാക്കി. അതിൽ താൻ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ലെന്ന് അയാൾ കരുതി. പതിവ് പോലെ അവൻ TV-യുടെ ശബ്ദം കൂട്ടി. മുകളിൽ നിന്നും വരുന്ന ശബ്ദങ്ങൾ അവഗണിക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഇത്തവണ പതിവിലും വ്യത്യസ്തമായിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം മുകളിൽ നിന്നും വരുന്ന ശബ്ദങ്ങൾ കൂടുതൽ ശക്തമായി, ആർക്കും അവഗണിക്കുവാനായിട്ട് കഴിയാത്ത വിധം. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് മുകളിൽ നിന്നും ഒരു കൂവൽ കേട്ടു. അതാകട്ടെ ചടങ്ങിൻ്റെ ഭാഗമാണെന്ന് അയാൾക്ക് തോന്നിയുമില്ല. ആരെയും ഒന്ന് ഭയപ്പെടുത്തുന്ന ഒച്ചയായിരുന്നു അത്. മുകളിലുള്ളവരിൽ ആർക്കെങ്കിലും എന്തോ അപകടമോ ബുദ്ധിമുട്ടോ ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അതോടെ TV ഓഫ് ചെയ്ത് എഴുന്നേറ്റു.
അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കണമെന്ന് അയാൾക്കൊരു തോന്നലുണ്ടായി. അങ്ങനെ ആശങ്കയോടെ കുടുംബത്തെ കാണുവാനായിട്ട് മുകളിലേക്ക് പോകുവാൻ തീരുമാനിച്ചുകൊണ്ട് അയാൾ വാതിലിന് നേർക്ക് നടക്കുവാനായിട്ട് തുടങ്ങിയതും മുകളിലെ ശബ്ദങ്ങൾ പെട്ടെന്ന് നിൽക്കുകയും പൂർണ്ണമായിട്ടും ശാന്തമാവുകയും ചെയ്തു. അതോടെ അയാൾ അവിടെ തന്നെ നിന്നു. ഒരു നിമിഷം കൂടി ശ്രദ്ധിച്ചു. വീണ്ടും ആ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് അറിയുവാനായിരുന്നു അത്. എന്നാൽ ഒന്നും കേട്ടില്ല. അതുകൊണ്ട് അവൻ മുകളിലേക്ക് പോകുവാനുള്ള തീരുമാനം ഉപേക്ഷിച്ച് തിരിച്ചു വന്ന് TV ഓൺ ആക്കി. ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു. ഏപ്രിൽ 11-ാം തീയതി ആ യുവാവ് വീണ്ടും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അയാൾ TV കാണുകയായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു വലിയ മുട്ടൽ ശബ്ദം കേട്ടു. പക്ഷേ ഇത്തവണ ഇത് മുകളിലെ ഫ്ലാറ്റിൽ നിന്നുമല്ലായിരുന്നു, അവൻ്റെ മുറിയുടെ മുൻവാതിലിൽ നിന്നുമായിരുന്നു. ആരോ വാതിലിൽ മുട്ടുന്നുണ്ട്. അയാൾ TV ഓഫ് ചെയ്ത് എഴുന്നേറ്റ് വാതിൽ തുറന്നു. പുറത്ത് മധ്യവയസ്കനായ ഊഷാൻ എന്ന ആൾ നിൽക്കുന്നതാണ് കണ്ടത്. കുടുംബത്തിൻ്റെ തലവനാണ് ഊഷാൻ. ഊഷാൻ വളരെ ദയനീയമായിട്ടുള്ള നിലയിലായിരുന്നു. തല മുതൽ കാലുവരെ കറുത്ത വസ്ത്രം ധരിച്ചിരുന്നു. പക്ഷേ മുഖം ക്ഷീണിച്ചിരുന്നു. ശരീരം മുഴുവനും അഴുക്കാണ്. ആഹാരവും ചാരവും ദേഹമാസകലം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കഠിനമായിട്ടുള്ള ദുർഗന്ധമാണ് അയാളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. യുവാവ് ചോദിച്ചു, എന്തുപറ്റി? എല്ലാം ഓക്കെയാണോ? ആ സമയത്തും അവൻ്റെ മനസ്സിൽ 2 ദിവസം മുൻപ് കേട്ട വലിയ ചടങ്ങിൻ്റെ ശബ്ദങ്ങൾ ഓർമ്മയുണ്ട്. എന്നാൽ ഊഷാൻ ശൂന്യമായിട്ടുള്ള മുഖഭാവത്തോടെ അവനെ നോക്കി. എന്നിട്ടിങ്ങനെ പറഞ്ഞു, എത്രയും വേഗം ഒരു ആംബുലൻസ് വിളിക്കൂ. പിന്നെ ഒന്നും പറയാതെ പടിക്കെട്ടിറങ്ങി താഴേക്ക് ഓടി മറഞ്ഞു. അയാൾ തൻ്റെ ഫ്ലാറ്റിലേക്കല്ല പോയത് എന്ന് അയാൾ പ്രത്യേകമായിട്ട് നിരീക്ഷിച്ചു. ആ യുവാവ് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു. ഊഷാൻ വളരെ അസ്വസ്ഥനായിട്ടാണ് കാണപ്പെട്ടത്. ആംബുലൻസ് വിളിക്കൂ എന്ന് പറഞ്ഞ് അയാൾ ഇതാ ഓടിപ്പോയിരിക്കുന്നു. 2 ദിവസം മുൻപ് കേട്ട ആ ചടങ്ങും അപ്രതീക്ഷിതമായിട്ട് നിലച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആരോ നിലവിളിച്ച് കൂവുന്നത് താൻ കേട്ടതാണ്. എന്തായാലും ആദ്യം മുകളിലേക്ക് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മുകളിലെത്തിയപ്പോൾ കണ്ടത് കുടുംബത്തിൻ്റെ ഫ്ലാറ്റ് അടഞ്ഞു കിടക്കുന്നതാണ്. എന്നിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്നും അസഹനീയമായിട്ടുള്ള ദുർഗന്ധം പുറത്തേക്ക് വരുന്നുണ്ട്. മൂക്ക് പൊത്തിക്കൊണ്ട് വാതിലിൽ മുട്ടി. ഉള്ളിൽ നിന്നും ആരും പ്രതികരിച്ചില്ല. എന്തായാലും അയാൾ വാതിൽ തുറന്ന് ഫ്ലാറ്റിൻ്റെ ഉൾവശം പരിശോധിക്കുവാനായിട്ട് തീരുമാനിച്ചു. അതിനായിട്ട് വാതിൽ തള്ളിയതും അത് തുറന്നു. വാതിൽ ലോക്കിട്ടിട്ടില്ലായിരുന്നു. ഭയത്തോടെ അയാൾ അകത്തേക്ക് കയറി. ഉൾവശമാകെ ഛർദ്ദിക്കുവാനായിട്ട് വരും പോലെ കഠിനമായിട്ടുള്ള ദുർഗന്ധമാണ്. ശ്വാസം എടുക്കുവാൻ പോലും കഴിയുന്നില്ല. ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. ഒരു പ്രതികരണവുമില്ല. ഉള്ളിലാകെ അഴുക്കും മനുഷ്യ വിസർജ്യവുമാണ് ചിതറിക്കിടക്കുന്നത്. എങ്ങനെയൊക്കെയോ ലിവിംഗ് റൂമിലേക്ക് എത്തിയതും അവിടെ നിലത്തൊരാൾ കിടക്കുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. അയാൾ ഞെട്ടിപ്പോയി. കുടുംബം 2 ദിവസം മുൻപ് ഒരു വലിയ മന്ത്രവാദ ചടങ്ങ് നടത്തിയിരുന്നു. താഴെയുള്ള അയൽവാസി കേട്ട ശബ്ദങ്ങൾ അതായിരുന്നു. എന്നാൽ ദിവസങ്ങൾ പോകവേ ആ ചടങ്ങ് നിയന്ത്രണം വിട്ടു. ഇങ്ങനെ ഒരു ചടങ്ങ് അവർ നടത്തുവാനായിട്ട് കാരണം കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് എന്തോ ഒരു രോഗം ബാധിച്ചു. അവരുടെ കൈവശം പണം കുറവായതുകൊണ്ട് ഡോക്ടറെ കാണിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതോടെ അവൾക്ക് ആരോഗ്യ പ്രശ്നമല്ല, മറിച്ച് ഏതോ ദുരാത്മാവാണ് അവളെ ബാധിച്ചത് എന്ന് അവർ വിചാരിച്ചു. ആദ്യം ചെറിയ ചില പൂജകൾ നടത്തി. പക്ഷേ ഫലമുണ്ടായില്ല. ഉടൻ തന്നെ കുടുംബത്തിലെ മറ്റുള്ളവരും തങ്ങളെയും ദുരാത്മാക്കൾ ബാധിച്ചു എന്ന് വിശ്വസിച്ചു. ഒടുവിൽ മുഴുവൻ കുടുംബത്തിനെയും ബാധിച്ച പ്രേതബാധ അകറ്റുവാനായിട്ട് അവർ വലിയൊരു പൂജ നടത്തി. ദുരാത്മാക്കളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് അഴുക്ക് എന്ന് അവർ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് ശരീരം മുഴുവനും അഴുക്ക് വാരിപ്പുത്തിയാൽ പ്രേതങ്ങൾ പുറത്തു പോകുമെന്ന് അവർ വിചാരിച്ചു. അങ്ങനെയാണ് കുടുംബം പൂജ ചെയ്യുമ്പോൾ സ്വന്തം മലം കഴിക്കുവാനായിട്ട് തുടങ്ങിയത്. ഛർദ്ദിച്ചാൽ വീണ്ടും അതുതന്നെ കഴിക്കും. മണിക്കൂറുകളോളം ഈ ആചാരം തുടർന്നു. താഴെയുള്ള അയൽവാസി ലിവിംഗ് റൂമിൽ വെച്ച് കണ്ടത് രോഗബാധിതയായിട്ടുള്ള പെൺകുട്ടി നിലത്ത് മരിച്ചു കിടക്കുന്നതായിരുന്നു. പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ അവളുടെ വായും ശ്വാസനാളം മുഴുവനും മലവും ഛർദിയും കൊണ്ട് നിറഞ്ഞിരുന്നതായിട്ട് കണ്ടെത്തി. ഇതേ സമയത്ത് ആ മുഴുവൻ കുടുംബവും ആ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. വൈകാതെ പോലീസ് അവരെ പിടികൂടി. എന്നാൽ കോടതി വിധി അനുസരിച്ച് കുടുംബം മുഴുവൻ മാസ് ഹിസ്റ്റീരിയ എന്ന മാനസികാവസ്ഥയിലായിരുന്നുവെന്നും അതിനാൽ നിയമപരമായിട്ട് അവരെ കുറ്റക്കാരായിട്ട് വിധിക്കുവാൻ കഴിയില്ല എന്നും വിധിച്ചു. വൈകാതെ എല്ലാവരും കുറ്റവിമുക്തരായി. ഇതാണ് ഇന്നത്തെ വിചിത്രമായിട്ടുള്ള കഥകൾ. ഇത്തരം വിചിത്രമായിട്ടുള്ള കഥകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.